Hi friends, welcome back to my channel. ഇന്നൊരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്, ഓവനിലും അതുപോലെ തന്നെ സ്റ്റൗവിലും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, അതേപോലെ തന്നെ ചെറീസ്, പിന്നെ ഡേറ്റ്സ്, അതേപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് നട്ട്സും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ടീസ്പൂണോളം ഓറഞ്ച് തൊലി ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഓറഞ്ച് എടുത്തിട്ട് പീലർ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ മുകൾ ഭാഗത്തു നിന്ന് മാത്രം ഒന്ന് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നട്ട് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ചൂടായിട്ടുള്ള ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് ഒരു ഡാർക്ക് കളറാകുമ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിള വന്നതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒന്ന് മാറ്റി വെക്കാം. ഇനി കേക്കിലേക്ക് വേണ്ട പഞ്ചസാര ഒന്ന് ഞാൻ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രാമ്പൂവും പട്ടയും അതേപോലെ തന്നെ ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി കേക്കിന് വേണ്ടിയിട്ട് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് വേറെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിലേക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് എല്ലാം കൂടി താഴെ പോയിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി കേക്കിന് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് സിറപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും ചെറീസൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്.
ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഫസ്റ്റ് സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ കേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. സാധാരണ കേക്ക് ബേക്ക് ആവുന്ന ടൈമിനേക്കാളും കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ആവുക. ഇതിപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മണിക്കൂർ കൊണ്ടാണ് കേക്ക് ബേക്കായി കിട്ടിയത്. ഇതേപോലെ തന്നെ സെയിം ടിന്നിൽ സെയിം മെഷർമെൻറ്റിൽ ഞാൻ ഒരു കേക്കും കൂടി ഓവനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓവനിൽ ഈ ഒരു കേക്ക് ബേക്കാവാൻ വേണ്ടിയിട്ട് 1.25 മണിക്കൂർ സമയമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒന്നും കൂടി ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമും കൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ഒരു പ്ലം കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.